നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കണ്ടശ ഗർഭമാരോപണങ്ങൾ ഇക്കുറി ഗർഭിണിയാക്കുക മാത്രമല്ല, ഗർഭിണിയാക്കിയതിനു ശേഷം ഗർഭം അലസിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളൊക്കെ പുറത്തുവിട്ടുകൊണ്ടുള്ള ശബ്ദരേഖയായിരുന്നു നമ്മൾ കേട്ടത്. അതിനെതിരെ പലവിധ പ്രതികരണങ്ങൾ കണ്ടു. സീമാജി നായർ ഉൾപ്പെടെയുള്ളവർ പലതും വെട്ടിത്തുറന്നു പറഞ്ഞു. ആണിന് ഒറ്റയ്ക്കൊരു പെണ്ണിനെ ഗർഭിണിയാക്കാൻ കഴിയുമോ? എന്തായാലും ഗർഭക്കേസ് കൊഴുക്കുന്നതിനിടയിൽ നമ്മുടെ സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരിക്കുന്നു. ആ കുറിപ്പിന് എന്തായാലും അതിൻ്റേതായ ഒരു അസാധാരണത്വമുണ്ട്. സാധാരണ എഴുത്തുകളേക്കാൾ വളരെ ഷാർപ്പാണ് ഈ കുറിപ്പ്. തനിക്ക് പറയേണ്ടതൊക്കെ വെട്ടിത്തുറത്ത് തന്നെ ദീപ ജോസഫ് ഇക്കുറി പറയുന്നു. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ചുകൊണ്ട് പല കുറിപ്പുകളും ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് ഇതേ അഡ്വക്കേറ്റ് ദീപ ജോസഫ്. ദീപയുടെ ഇക്കുറി വന്ന ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്. പണ്ട് കേരളം ഭരിച്ച ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, പേര് ഉമ്മൻചാണ്ടി. സജന ബി സജൻ അറിയുമോ എന്തോ? സരിത എന്നൊരു അഴിഞ്ഞാട്ടക്കാരിയെ കുട്ടി ഉമ്മൻചാണ്ടി സമൂഹമധ്യത്തിൽ കരിവാരി തേച്ചൊട്ടിച്ചപ്പോൾ ഇവളുമാരൊക്കെ എവിടെയായിരുന്നു? സതീശനും രമേശനും എവിടെയായിരുന്നു? ഗോവിന്ദച്ചാമിയും തൂക്കിക്കൊല്ലാൻ എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നൊരു പാർട്ടിയെ ദിവ്യ അറിയുമോ? നവീൻ ബാബുവിൻ്റെ വീട്ടിൽ ഒരു സ്ത്രീ വിധവ ആയും 2 പെൺകുട്ടികൾ അച്ഛനില്ലാതെയും നിൽപ്പുണ്ട്. അതിന് ഉത്തരവാദിയായ ദിവ്യയാണോ കവലപ്രസംഗം നടത്തുന്നത്? ആദ്യം പോയി പീഡനം എന്താണെന്ന് പഠിക്കൂ, എന്നിട്ട് വാ പടിയടയ്ക്കാനും നടക്കിരുത്താനും. വാൽകൃഷ്ണൻ പോലെ ഇടയ്ക്കൊരു തിരുത്ത്. എന്തുകൊണ്ടാണ് സജന ബി സാജൻ എന്ന ഒരു യുവതിയെക്കുറിച്ച് ഇവിടെ ദീപ ജോസഫ് പരാമർശിക്കുന്നത്? സജന ബി സജൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഇക്കഴിഞ്ഞ ദിവസം സജന ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പടിയടച്ച് പിണ്ടം വെക്കണമെന്നും പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കണമെന്നുമാണ് സജന ബി സാജൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഞരമ്പൻ എന്ന നാടൻ ഭാഷ CPM സൈബർ സഖാക്കൾ പ്രയോഗിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ഗതികേടിൽ കോൺഗ്രസ് പ്രവർത്തകർ പോകേണ്ട സമയമല്ലിത്. എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നാണെങ്കിൽ ഇനി പഠിക്കാൻ പാർട്ടി ഉണ്ടാകില്ല. പാർട്ടി നടപടിയെടുത്താൽ എത്ര ഉന്നത നേതാവിൻ്റെ സംരക്ഷണമുണ്ടെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കി മാത്രമേ പിന്നീടുള്ള സംരക്ഷണ കാര്യം തീരുമാനിക്കാവൂ. ആർക്കാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ പരിശുദ്ധനാക്കിയേ മതിയാകൂ എന്ന് ധൃതിയുള്ളത്? പെൺകുട്ടികളുടെ മാനത്തിനും വിലയുണ്ടെന്ന് നേതൃത്വം മനസ്സിലാക്കണം. ഗർഭചിത്രവും പീഡനങ്ങളുമെല്ലാം മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും നേതൃത്വത്തിനും എല്ലാവർക്കും മനസ്സിലായിട്ടും ആ കുട്ടികൾ പരാതി നൽകിയില്ലെന്ന് പറയുന്നവർ അവരുടെ ആത്മാഭിമാനത്തെയാണ് വെല്ലുവിളിക്കുന്നത്. അവർ പരാതി നൽകിയാൽ പാർട്ടിക്ക് എന്ത് ചെയ്യാനാകും? എന്തായാലും സജനയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന കമൻറ്റുകൾ അത് വായിക്കാൻ പോലും കഴിയില്ല. അത്രമാത്രം പച്ചത്തെറിയാണ്. കോൺഗ്രസ്സുകാരുടെ ആത്മരോഷം. ഇതൊക്കെ സജന ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെയൊക്കെ ഗ്രൂപ്പ് വൈര്യം തീർക്കാനും വൈറലാക്കാനും ഇതൊക്കെ ധാരാളമാണ്. പാർട്ടി എടുക്കേണ്ട തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് ചിലർ മാന്യമായി മറുപടി നൽകി. എന്തായാലും സജന ഉൾപ്പെടെയുള്ളവർക്കാണ് ദീപയുടെ കുറിപ്പ്. ഇനി ദീപയുടെ കുറിപ്പിലേക്ക്. ഒരു പുരുഷനെയും അനാവശ്യ കള്ളക്കഥകൾ മെനഞ്ഞ് പീഡനം കെട്ടിച്ചമച്ച് ആനയുടെ ഗർഭം പോലെ സീരിയലാക്കി കൊണ്ടുവന്ന് മാനം കെടുത്താൻ ഏതവൾ വന്നാലും ഏതറ്റം വരെ പോയാലും അമ്പലം വിഴുങ്ങിയതുപോലെ ആവില്ല. ഞാനും ഒരു പെണ്ണല്ലേ എന്ന് ചോദിക്കുന്നവരോട്, എൻ്റെ FB വാളിൽ വന്ന് മെഴുകിയവരോട്, അതെ ഞാനും ഒരു പെണ്ണാണ്, അമ്മയാണ്, ഭാര്യയാണ്. എന്നാൽ നിൽക്കേണ്ട നിലയ്ക്ക് നിൽക്കണം. ആണുങ്ങൾ അങ്ങനെ പലതും പറയും. അതൊക്കെ കേട്ട് കട്ടിലിൽ കിടക്കാൻ തുടങ്ങിയാൽ പിന്നെ ഗർഭം ധരിക്കാൻ മാത്രമേ സമയം കാണൂ. ഇഷ്ടമുള്ള പുരുഷനെ വീട്ടിൽ കാട്ടിക്കൊടുത്ത് കല്യാണം കഴിച്ചിട്ട് പോരെ പിന്നെയുള്ള കാര്യങ്ങൾ. ഇതാദ്യം ചെയ്യേണ്ടത് പിന്നെയും, പിന്നെ ചെയ്യേണ്ടത് ആദ്യവും. ഏത് ചെളിയിലും കാലുകുത്തിയാലും മുന്നിൽ കാണുന്ന വെള്ളത്തിൽ കാല് കഴുകി പുരുഷൻ പോകും എന്നറിയാത്തൊരു പെണ്ണാണ് ഇന്നത്തെ കാലത്തുള്ളത്. ഒരു പെണ്ണിന് അവളുടെ മാനം എത്ര വിലപ്പെട്ടതാണെന്ന് അവൾക്കറിയില്ലേ? എന്നിട്ട് സോഷ്യൽ മീഡിയ വഴി നേടാവുന്നതാണോ ഗർഭത്തിന് ഉത്തരവാദിയെ? ഏതൊരു കൊച്ചു കുഞ്ഞിനും അറിയാമല്ലോ ബാഡ് ടച്ച് ആൻഡ് ഗുഡ് ടച്ച്. ഈ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ കുറ്റക്കാരനെ അറസ്റ്റ് ചെയ്ത് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ആ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത കുറേ അവന്മാരെ ഞാൻ കണ്ടു. ഒരു കൊച്ചിൻ്റെ അതേ സാഹചര്യമാണോ പിൽസ് കയ്യിൽ പിടിച്ച് ആണുങ്ങളുടെ കൂടെ കിടക്കാൻ പോകുന്ന പെണ്ണിൻ്റേത്? അതെ, കിടന്നു തുള്ളുന്ന പുരുഷന്മാർ അറിയാൻ ആദ്യം അവളുടെ ശരീരശാസ്ത്രം അറിയുക. പെണ്ണിന് ആർത്തവമുണ്ട്. എല്ലാ 28 ദിവസത്തിനുള്ളിൽ 5-8 ദിവസങ്ങളിൽ അതനുസരിച്ച് ഒരു പെണ്ണിന് അവളുടെ ഓവുലേഷൻ അറിയാം. എന്ന് വെച്ചാൽ നീയൊക്കെ പീഡനം എന്ന് പറഞ്ഞു തുള്ളുന്നത് പോലെയല്ല അവളുടെ കാര്യങ്ങൾ. അപ്പോൾ ഒരു ശരാശരി പെണ്ണ് അവളുടെ കാര്യത്തിൽ പൂർണ്ണ അറിവും വിവരവുമുള്ളവളാണെന്നർത്ഥം. അപ്പോൾ കൂടത്തുള്ള നിൻ്റെ ഒന്നും സഹായം ആവശ്യമില്ല. ഒരു പെണ്ണിന് പൂർണ്ണമായും അവളെ നോക്കാൻ അറിയാം. അവൾ അറിയാതെ സമ്മതമില്ലാതെ സംഭവിക്കുന്ന കാര്യങ്ങളെയാണ് പീഡനം എന്ന് പറയുന്നത്. നിങ്ങൾ പരാമർശിക്കുന്ന ദിവ്യഗർഭം മനുഷ്യൻ്റേത് തന്നെയാണോ? ഇന്നത്തെ കാലത്തെ കന്നിമാസത്തിലെ പട്ടികൾ പോലും അറിവ് നേടിയെന്ന് തോന്നുന്നു. അപ്പോഴാണോ ഇവിടെ ദിവ്യഗർഭം എന്ന് പറഞ്ഞ് മോങ്ങുന്നത്?
ഓഡിയോ കേട്ടപ്പോൾ എടോ സുഹൃത്തെ എന്നാണ് പുരുഷൻ അഭിസംബോധന ചെയ്യുന്നത്. ഈ എഴുത്ത് വായിക്കുന്ന ഏതെങ്കിലും പെണ്ണ് അവൾ കാമുകയോ ഭാര്യയോ പ്രണയിനിയോ ആവട്ടെ, കൂടെ കിടന്ന പുരുഷൻ, അവൾക്ക് ഗർഭമുണ്ടാക്കിയ പുരുഷൻ എപ്പോഴെങ്കിലും അവൾ ഗർഭിണിയാണെന്ന് പറയുമ്പോൾ സുഹൃത്തെ എന്നാവുമോ വിളിക്കുക? നിങ്ങൾക്കും പ്രണയമുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഉണ്ടായിട്ട് കാണുമല്ലോ. പറഞ്ഞ് വെറുമൊരു സുഹൃത്തെ എന്ന് വിളിക്കണമെങ്കിൽ ആ ബന്ധത്തിൻ്റെ ആഴം നോക്കൂ. രാഹുൽ നല്ലവനാണെന്ന് ഞാനും പറയുന്നില്ല, പുണ്യാളനാണെന്ന് പറയാൻ ഞാൻ ആളുമല്ല. പക്ഷേ ഇല വന്ന് മുള്ളയിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേടാർക്കാണെന്ന് പെണ്ണ് സ്വയം ചിന്തിക്കൂ. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലത് രോഗം വരാതെ നോക്കുന്നതാണ്. അതായത് ഗർഭം വന്നിട്ട് കല്യാണം കഴിക്കുന്നതിലും നല്ലത് കല്യാണം കഴിച്ചിട്ട് ഗർഭിണിയാകുന്നതാണ് എന്നർത്ഥം. ഗർഭമൊക്കെ എന്നും കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള ഒരുത്തൻ്റെ താലി വീണതിന് ശേഷം, നമ്മൾ യൂറോപ്പിലൊന്നുമല്ലല്ലോ കേരളം, അതിപ്പോഴും അത്രയ്ക്കങ്ങ് പുരോഗതി പ്രാപിച്ചിട്ടില്ല, കുറഞ്ഞ പക്ഷം ഗർഭത്തിൻ്റെ കാര്യത്തിലെങ്കിലും. ആരോപണം ആർക്ക് നേരെയുമാവാം. സത്യത്തിൽ ചതിപറ്റിയ ഒരു പെൺകുട്ടിയും അവൾ കുടുംബത്തിൽ പിറന്നവളാണെങ്കിൽ സീരിയൽ കഥ പോലെ പ്രത്യക്ഷപ്പെടില്ല. അവൾ നേരിട്ട് എപ്പോഴേ കേസ് കൊടുത്തിട്ടുണ്ടാവും, ഏതുവിധേനയും നീതി നേടിയിട്ടുണ്ടാവും. കാരണം തൻ്റെ മാനത്തിന് ഭംഗം വരാൻ ഒരു നല്ല പെൺകുട്ടി ഒരിക്കലും സമ്മതിക്കില്ല. ഇക്കാര്യം ഒരു പെണ്ണിനേക്കാൾ കൂടുതൽ ഇവിടെ കുരയ്ക്കുന്നവർക്ക് എങ്ങനെ അറിയാം? സുപ്രീം കോടതിയുടെ പുതിയ വിധി ഇതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നോ എന്ന് പറയാൻ ഏതൊരു പെണ്ണും പഠിക്കണം. അല്ലാത്ത പക്ഷം സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ കരഞ്ഞ് ജീവിതം തീർക്കേണ്ടി വരും. നിങ്ങളുടെ വെപ്രാളം കാണുമ്പോൾ തോന്നും എവിടെയോ മറിഞ്ഞിരുന്ന് തൻ്റെ ഗർഭത്തെ ഓർത്ത് വിലപിക്കുന്ന ഒരു പെണ്ണിൻ്റെ കേസാണ് കേരളം നേരിടുന്ന ഇന്നത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന്. നാണമില്ലേ ഈ സാംസ്കാരിക നായകന്മാർക്ക്? ഇതിനു മുൻപ് സ്വപ്ന എന്നൊരു സ്ത്രീ ഇതുപോലെ കരഞ്ഞിട്ട് നിങ്ങൾ ആരും മുന്നോട്ട് വന്നില്ലല്ലോ. അതെന്താ? അതിൽ തെളിവുകൾ ഉണ്ടായിരുന്നു. അവൾക്ക് നീതി മേടിച്ചു കൊടുക്കാൻ തോന്നിയില്ല. കാരണം അതൊരു ഇലക്ഷൻ സമയമായിരുന്നില്ല. എൻ്റെ ബിരുദം തപ്പേണ്ട, എൻ്റെ ജോലിയും വേഷവും കുടുംബവും പറഞ്ഞ് സമയം കളയേണ്ട. ഒരു പെണ്ണിന് പറയാനുള്ളത് പറഞ്ഞു. ഹോട്ടലിൽ സോഡ കുടിക്കാൻ പോയാൽ മതി. പക്ഷേ പുരുഷൻ വിളിക്കുന്നിടത്ത് പിൽസായി പോകുന്ന പെണ്ണിൻ്റെ ഉദ്ദേശം വേറെയാണ്. അതിനവൾ തന്നെ മറുപടി പറയേണ്ടി വരും. മാതാപിതാക്കൾ പോലും ഉത്തരവാദിയാവില്ല. അതിലുപരി രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണ്. തൊഴിലില്ലാത്ത കുറേ എണ്ണങ്ങൾ ഏറ്റെടുത്ത് നേരം പോക്ക് നടത്തുന്നത്. അതിന് വാർത്തകൾ കിട്ടാത്ത കുറേ മാപ്രയും. പെണ്ണ് കേസ് കിട്ടിയാൽ ആഘോഷിക്കുന്ന കുറേ അപൂർവ ജീവികൾ ഉള്ളിടത്തോളം കാലം അത് കേരളം. അഡ്വക്കേറ്റ് ദീപ ജോസഫിൻ്റെ കുറിപ്പിൽ എല്ലാമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുറിപ്പിനെ പ്രേക്ഷകർക്ക് കൃത്യമായി വിലയിരുത്താൻ കഴിയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.